വെൽക്കം ടു അനദർ IELTS എപ്പിസോഡ് ഫ്രം Jinus Academy. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പീക്കിംഗ് പാർട്ട് 2ന്റെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടല്ലേ. ഇനി നമുക്ക് പാർട്ട് 1നെ പറ്റിയുള്ള എന്താണ് പാർട്ട് 1 എന്നും അതിന്റെ കുറച്ച് എക്സാമ്പിൾസും നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സ്പീക്കിംഗിൽ പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ഉണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എക്സാമിന് നിങ്ങളുടെ IELTS എക്സാംസ് സ്പെസിഫിക്കലി സ്പീക്കിംഗ് എക്സാമിന് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. പ്ലസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അവർ നിങ്ങളോട് ചോദിക്കും. മെയിൻലി പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഒരു വാം അപ്പ് സെഷൻ പോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെയാണ് പാർട്ട് 2 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 2 minutes പ്രിപ്പറേഷൻ ടൈം തന്നിട്ട് 1 minute പ്രിപ്പറേഷൻ ടൈം തന്നിട്ട് 2 minutes നിങ്ങളോട് സംസാരിക്കാൻ പറയും. വീണ്ടും പാർട്ട് 3 ഒരു ഡിസ്കഷൻ ടൈപ്പാണ്. അപ്പോൾ പാർട്ട് 1 നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാം അപ്പ് സെഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒത്തിരി കടുകട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളോട് ചേർന്നിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് വാമപ്പ് പോലെ ആണ് അവർ ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ചിലപ്പോൾ നിങ്ങളുടെ ഹോം ടൗണിനെ പറ്റി ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ഹോം ടൗണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, ഡിസ്ലൈക്ക് ആയിട്ടുള്ള 2 കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. അത് കഴിഞ്ഞ് മേ ബി നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോമിനെ പറ്റി ചോദിക്കും, നിങ്ങളുടെ ലീജർ ആക്ടിവിറ്റീസ് എന്താണെന്ന് ചോദിക്കും, നിങ്ങളുടെ ഹോബീസ് മേ ബി ചോദിക്കാം, പെറ്റ്സിനെ പറ്റി ചോദിക്കാം, ഫുഡ് ആൻഡ് ഫാഷൻ, ഇതെല്ലാം എല്ലാ കാറ്റഗറിയിലും അവിടെ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പാർട്ട് 1 നിങ്ങളോട് ചോദിക്കാവുന്നത്. പാർട്ട് 1 നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു സ്പീക്കിംഗ് ടെസ്റ്റിൽ നിങ്ങളുടെ എബിലിറ്റി ആണല്ലോ നോക്കുന്നത്. അപ്പൊ പാർട്ട് 1 നിങ്ങളൊരു 3 to 4 സെന്റൻസ് മാക്സിമം അത്ര മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടും, അങ്ങനെയല്ല. ഇതിന് ഓരോരോ പാറ്റേൺ ആണ്. പാർട്ട് 1 മാക്സിമം ഒരു 3 to 4 സെന്റൻസും, പാർട്ട് 2 നമ്മളൊരു 1 to 2 minutes സംസാരിക്കണം. പാർട്ട് 3 ഒരു ഡിസ്കഷൻ ടൈപ്പാണ്. നമ്മൾ പറയുന്നതിനോട്ട് അവർ തിരിച്ച് ചോദ്യം ചോദിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ എന്നുള്ളൊരു എബിലിറ്റിയാണ് അവരവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ പാർട്ട് 1 ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 to 4 സെന്റൻസ് മാക്സിമം. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പം നിങ്ങളോട് പെറ്റിനെ പറ്റി ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് എടുക്കുന്നത് ചോദിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഹാബിറ്റ്സ് എന്താണ്, ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് എന്തൊക്കെയാണ്. ഇപ്പം ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇപ്പം പണ്ട് തൊട്ടേ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 to 4 സെന്റൻസസ്. നമുക്കൊരു കോമൺ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ് പാർട്ട് 1 ചോദിക്കാൻ പോകുന്ന കോമൺ ടൈപ്പ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഡെയിലി റുട്ടീനെ പറ്റിയാണ്. അതിനകത്ത് ടിപ്പിക്കൽ മോർണിംഗ് റുട്ടീൻ, വാട്ട് വുഡ് യു ലൈക്ക് ടു ചേഞ്ച് അബൌട്ട് ഇറ്റ്, ഡു യു തിങ്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യുവർ മോർണിംഗ് റുട്ടീൻ അറ്റ് ദ വീക്കെൻഡ്സ്. സെക്കൻഡ് ആണെങ്കിൽ ഫുഡ് ആൻഡ് കുക്കിങ്ങിനെ പറ്റി ചോദിക്കാം. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്, വാട്ട് ഇസ് എ കോമൺ മീൽ ഇൻ യുവർ കൺട്രി, ഡു യു ലൈക്ക് കുക്കിംഗ്, വെൻ ഡു യു ഈറ്റ് യുവർ മെയിൻ മീൽ ഓഫ് ദ ഡേ. തേർഡ് കാറ്റഗറി ക്ലോത്തിങ് ആൻഡ് ഫാഷൻ, do you like shoes? How often do you buy shoes? Do you prefer comfortable or good looking shoes? Have you ever bought shoes online? Finne, animals. Do you have pets? What type of animal do you think make the best pets? Why do people have pets? Are there any type of animals that you think should not be kept as a pet? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ച പെറ്റ്സിനെ പറ്റി നമുക്ക് നോക്കാം അല്ലേ. ഇപ്പൊ ഡു യു ഹാവ് എനി പെറ്റ്? ഇപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ പെറ്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇപ്പൊ ഉണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞൊരു അനുഭവമാണ്. മാം എന്നോട് പെറ്റിനെ പറ്റി ചോദിച്ചപ്പം എനിക്ക് പെറ്റില്ലായിരുന്നപ്പം ഐ സെറ്റ് സോറി മാം, ഐ ഡോണ്ട് ഹാവ് എനി പെറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ നിർത്തി. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യു ഹാവ് ടു സ്പീക്ക് 3 to 4 സെന്റൻസസ്. അവിടെ നിങ്ങളുടെ ഫാക്ട് അല്ലല്ലോ അളക്കുന്നത്, നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റി അളക്കുന്നത്. അപ്പം സ്പീക്കിംഗ് എബിലിറ്റി അളക്കണമെങ്കിൽ നിങ്ങൾ സെന്റൻസ് പറഞ്ഞാലല്ലേ അവർക്ക് ഒന്ന് മാർക്ക് ഇടാനെങ്കിലും പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു കേസിൽ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു, റോക്കി. അപ്പോൾ റോക്കിനെ പറ്റി ഞാൻ ചെയ്തതും കളിച്ചതുമായിട്ടുള്ള ഒരു 3 to 4 സെന്റൻസസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ഐ യൂസ് ടു ഹാവ് എ പെറ്റ് dog named Rocky. He was my best friend. We spent countless hours together in the park, where I would feed him milk and train him fun tricks like fetching and rolling over. He sadly passed away a few years ago, but the memories we made will always be treasured. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് മേക്ക് ദ ബെസ്റ്റ് പെറ്റ്? ഈ ഏറ്റവും നല്ല ബെസ്റ്റ് പെറ്റിന് പറ്റിയ ആനിമൽസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ ഒബ്വിയസ്ലി ഡോഗ് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. പലർക്കും ക്യാറ്റ് പേരൻസും ഡോഗ് പേരൻസും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. ഒരു സാമ്പിൾ ആൻസർ ആയിട്ട് എൻ്റെ ഒരു ആൻസർ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ക്രീനിൽ. അപ്പം ഒബ്വിയസ്ലി എന്തുകൊണ്ടായിരിക്കും ഡോഗ്
ഒരു നല്ല പെറ്റാന്ന് പറഞ്ഞാൽ അവരൊരു കമ്പാഷനും അവരൊരു ലോയൽറ്റിയും അവരുടെ എനർജിയും ഒക്കെ അല്ലേ, ആ ഒരു എനർജി നമുക്ക് തരുന്നതിനെ പറ്റിയാണ് ഒരു സ്നേഹം. ഒബ്വിയസ്ലി അവർക്കാണല്ലോ ഏറ്റവും ഇഷ്ടം. അപ്പം ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു 3 to 4 സെന്റൻസസ് മാക്സിമം നിങ്ങൾക്ക് ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. Though many animals offer their own unique charm, dogs truly win the heart of pet owners with their unrivaled combination of loyalty, unwavering devotion, and boundless energy. Their unwavering devotion provides emotional support and comfort, while their eagerness to please makes them loyal partners in adventures and devoted companions for life. Okay, third question on നോക്കിയോളൂ. Why do people have pets? എന്തിനാണ് പീപ്പിളിന് പെറ്റ് വേണ്ടത്, അല്ലെ ഒരു മനുഷ്യർ എന്തിനാണ് പെറ്റിനെ എടുക്കുന്നത്? അത് കുറച്ച് ഒബ്വിയസ് ആൻസേഴ്സ് ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ടൈം ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പെറ്റ് ഡോഗ്, പെറ്റ് ക്യാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പാനിയൻ ആണ് അല്ലേ. നിങ്ങൾക്ക് വളരെ സ്നേഹം, നമുക്ക് ഒരു അൺകണ്ടീഷണലി ആണ് അവർ നമുക്ക് സ്നേഹം തരുന്നത്. അപ്പൊ നമ്മുടെ ടൈം ഒന്ന് പോളിഷ് ചെയ്യാനും നമ്മുടെ എക്സ്ട്രാ നമ്മൾ ലോൺലി ആയിട്ടിരിക്കുന്ന സമയം ഒന്ന് ചെറിഷ് ചെയ്യാനൊക്കെ നമ്മുടെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ആൻസർ, നിങ്ങളുടെ ഒരു സാമ്പിൾ ആൻസർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. We welcome pets into our lives for a multiple of reasons. The companionship they offer provides release and joy, especially for those living alone or facing challenging times. Their unconditional love is a balm to the soul, reducing stress and boosting our energy. Fourth question. Are there any type of animals you think that shouldn't be kept as a pet? പെറ്റായിട്ട് വെക്കാൻ പറ്റാത്ത ആനിമൽസ് ഉണ്ടോ? ഒബ്വിയസ്ലി ഉണ്ടായിരിക്കില്ല. വൈൽഡ് ആനിമൽസും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആനിമൽസും വൈൽഡ് ക്യാറ്റ്സും ടൈഗർ, അതൊക്കെ നമുക്ക് പെറ്റായിട്ട് വെക്കാനേ പറ്റത്തില്ല. നമ്മുടെ ഒരു കൺഫൈൻഡ് ഏരിയയിലും നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ടും ഒന്നും അവർക്ക് പറ്റത്തില്ല അല്ലെ. അപ്പോൾ ഇങ്ങനത്തെ ആൻസർ, ഇപ്പം അവരൊരു ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിനെ പറ്റി പറയാം, ഇവർ താമസിക്കുന്ന ഒരു കൺഫൈൻഡ് ഏരിയയെ പറ്റി പറയാം, അവരുടെ ഒരു രീതികളായ അവരുടെ നീഡ്സ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പം അങ്ങനെ ഒരു ആൻസർ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോളൂ. Absolutely. I believe certain types of animals simply should not be pets. Predators like large cats or primates have complex needs and instincts that clash with confined spaces and limited interaction. Moreover, ethical concerns arise when we remove them from their natural habitat. So, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി യൂസ്ഫുൾ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നിങ്ങൾക്ക് കമന്റിൽ ടൈപ്പ് ചെയ്യാം. So, stay tuned for next video. Bye.